രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പാലക്കാടിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിലാണ് ഈ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ളത്. ആ ഷാഫി പറമ്പിലിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാലക്കാടിലെ ജനത ആ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തതും ഈ പാലക്കാടിൽ വിജയിപ്പിച്ചെടുത്തതും. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ എത്രത്തോളം അപഹസീനയായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നും സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളായിക്കോട്ടെ, യു ഡി എഫിൻ്റെ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജി ആവശ്യപ്പെടുമ്പോഴും ഇന്നും സ്വന്തം അനിയനെ പോലെ, സ്വന്തം ശിഷ്യനെ പോലെ കൂടെ നിർത്തുന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിൽ മാറിയിരിക്കുകയാണ്. DYFI പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഷാഫി പറമ്പിൽ എൻ്റെ ശിഷ്യനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രീതിയിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഇവിടെ പോയിരുന്നത്. ആ രാജി കൂടി ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രതീകാത്മകമായിട്ട് ആ രാജി വേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമരമാണ്. ഷാഫി തന്നെ രാഹുലിനെ രാജിവെപ്പിക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായും ഷാഫി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷാഫിക്ക് തന്നെയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പാലക്കാടിനകത്തൊരു ഇലക്ഷൻ ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. പാലക്കാടിനകത്തൊരു ഇലക്ഷൻ ആവശ്യമുണ്ടായിരുന്നില്ല. ആ ഇലക്ഷൻ ഉൾപ്പെടെ ഒരു ബൈ ഇലക്ഷൻ കൊണ്ടുവന്ന് ഇവിടെ വടകരയിൽ ഉൾപ്പെടെ പോയി അദ്ദേഹം MP ആയി വിജയിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ പാലക്കാടിനകത്ത് നല്ലൊരു MLA കൊണ്ട് തരും, ഇല്ലെങ്കിൽ എൻ്റെ സ്വന്തം എൻ്റെ ഒരു പ്രതിരൂപമാണ് എന്നുള്ള രീതിയിലേക്കാണ് പാലക്കാട് ജനങ്ങളെ പറ്റിച്ചത് ഷാഫി പറമ്പിൽ. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാലക്കാട് ഓരോ വോട്ടർമാരും, വോട്ട് ചെയ്ത വോട്ടർമാരും ഷാഫി പറമ്പിലിനോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾക്കൊരു MLA തന്നത്, ഇങ്ങനെ ഒരു പീഡന വീരനെയാണോ ഞങ്ങൾക്കൊരു MLA തന്നത് എന്നുള്ളത് ഒരു വോട്ടർ എന്ന നിലയ്ക്ക് പാലക്കാടുള്ള ജനങ്ങൾ ചോദിക്കേണ്ടത് ഷാഫി പറമ്പിലോട് തന്നെയാണ്.